അത് കഴിഞ്ഞ് അദ്ദേഹം ഭയങ്കര കൂളാക്കി കഴിഞ്ഞപ്പോൾ മമ്മൂക്ക ലാസ്റ്റ് ആ എൻട്രി, അതൊരു എൻട്രി തന്നെ, രാജകീയമായ വരവായിരുന്നു വന്നു. റെഡി, ഷോട്ട് റെഡി. ഞാൻ പറഞ്ഞിട്ട് മമ്മൂക്ക എൻ്റെ പേര് വിളിച്ചു, അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. സ്മിനു അല്ലേ, സ്മിനു. ഞാൻ അയ്യോ മമ്മൂക്ക ഞാൻ സ്മിനു അല്ലേ, വീണ. ഓ വീണ നായർ എന്ന് പറഞ്ഞു. ലാലേട്ടൻ്റെ കൂടെ ഈ ബിഗ് ബോസിൽ കണ്ടല്ലാണ്ട് നമ്മൾ അഭിനയിച്ചിട്ടില്ലല്ലോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവർക്കും എന്താ നമ്മളെയൊന്നും വിളിക്കാത്ത, ഇനി ഞാൻ അഭിനയിക്കില്ലേ, അങ്ങനെയൊക്കെ ഒരു സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത പ്രൊഡക്ഷനാണ് ചെയ്തപ്പോഴും ഞാൻ കുറേ സഫർ ചെയ്തു. അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിപ്പോയി. അന്ന് എൻ്റെ കൂടെ ക്രൂവും ഡയറക്ടറും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അവരോട് ഞാൻ വീണ്ടും വിളിച്ച് ചോദിച്ചിരുന്നു, നിങ്ങൾ ഷൂട്ട് കൺഫേം അല്ലേ? അപ്പോൾ ഷൂട്ട് കൺഫേമാന്ന് പറഞ്ഞ് ആ ഡേറ്റ് ബ്ലോക്ക് ചെയ്തു. എൻ്റെ ആ ഒരു മാസത്തെ വരുമാനം പോയേ. പക്ഷെ ഞാൻ അവിടെ എത്തിയോണ്ട് എനിക്ക് പിഷാരയുടെ കൂടെ ഫസ്റ്റ് കയറുന്നത്, നീ ഒരു സാധനം ചെയ്തിട്ടുണ്ട് വീണേ. ഞാനിപ്പോൾ അതിപ്പോൾ രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, അതിനകത്ത് എന്തോ ഉണ്ട്. ഇത്രേ പറഞ്ഞുള്ളൂ. വൈഭവം ബാഹുകീയം ദൂത്യ പ്രീത്യ സേവിതം. സീരിയലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചോദിക്കട്ടെ, ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ മെഗാ സീരിയലുകൾ ചെയ്തുകൊണ്ടിരുന്ന വീണ ഇനി ഞാൻ മെഗാ സീരിയലുകൾ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. പിന്നീട് അങ്ങോട്ട് മെഗാ സീരിയൽസ് ഒന്നും തന്നെ ചെയ്യേണ്ടായിട്ടില്ല. സിറ്റ്കോം ചെയ്യും, സിനിമ ചെയ്യും, ഇങ്ങനെയൊക്കെ എന്നല്ലാണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു റീസൺ അതെന്തായിരുന്നു? എന്താണെന്നറിയാം, മെഗാ സീരിയൽ വരുമ്പോൾ എനിക്കിഷ്ടമാണ്. സീരിയൽ എൻ്റെ വീട് പോലെയാണ്, ഞാൻ എപ്പോഴും പറയും. നമുക്ക് എപ്പോൾ വേണേൽ തിരിച്ച് കയറി ചെല്ലാം. സിനിമയെന്ന് പറയുന്നത് കെട്ടി കയറിയ വീടാ, എപ്പോൾ വേണേൽ ഇവിടെ പറയാൻ പറ്റില്ല, ഇറക്കി വിടും. നന്നായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇറക്കി വിട്ട് കളയോടെ. അത് സത്യം എന്താണെന്ന് പറയാൻ കാര്യം, സീരിയൽ മെഗാ സീരിയലിൽ നിന്ന് എനിക്ക് ഇപ്പോഴും കോളുകൾ വരുന്നുണ്ട്. ഞാൻ ചെയ്യാത്തത്, സീരിയൽ ഭയങ്കര കമ്മിറ്റ്മെൻറ്റാണ്. ഈ 15 ദിവസം 10 ദിവസം ഡേറ്റ് കൊടുത്താൽ നെക്സ്റ്റ് 10 ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ക്യാരക്ടർ കണ്ടിന്യൂറ്റി അല്ലേ. ഈ സമയത്തായിരിക്കും നമുക്കൊരു സിനിമ വരിക. അപ്പം നമുക്ക് ഡേറ്റ് പ്രശ്നം വരും. പിന്നെ ഒരു പറയും, ഇപ്പം വീണ നായർ സീരിയൽ ഡേറ്റിൻ്റെ പ്രശ്നമുണ്ട്, വീണ നായർ, അതൊരു ടോക്ക് പോലെ വരും. പിന്നെ നമുക്ക് കോള് വരാതാവും. അപ്പം അതുകൊണ്ടാണ് നിർത്തിയത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഫിനാൻഷ്യലി ബെനിഫിറ്റ് സീരിയൽ ചെയ്യുന്നതാണ് ഇപ്പം. ഞാൻ ഭയങ്കര പൈസ ഉണ്ടായിട്ട് നിർത്തിയതല്ല, ഞാൻ നല്ല സഫർ ചെയ്ത് നിൽക്കുന്നത് എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, അടുത്ത സ്റ്റെപ്പിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ സഫർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ സഫർ ചെയ്യുന്നത് എനിക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. മറ്റേ ഇൻസ്റ്റഗ്രാമിലെ പ്രൊമോഷനും ഒക്കെ ചെയ്ത് അതും പ്രൊമോഷനൊക്കെ പിടിക്കും ഞാൻ. എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തി പോവുക. അല്ലാതെ നമ്മുടെ വീട്ടിലും മറ്റും ഒരുപാട് നമ്മൾ അങ്ങനെയല്ലല്ലോ. അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടത്തിപ്പോയി. എന്നാൽ സീരിയൽ ചെയ്ത് എനിക്ക് നല്ല വരുമാനം കിട്ടും രമ്യ. പക്ഷെ അങ്ങനെ പോവാതെ എനിക്ക് മുന്നേക്ക് പോകണേ. എനിക്കങ്ങനെ ചുമ്മാ ഒരു ദിവസം കൊണ്ട് നിർത്തി പോകാനല്ല എനിക്ക് ഈ ഇൻഡസ്ട്രി. എനിക്ക് മരണം വരെ ഇൻഡസ്ട്രിയിൽ, ഞാൻ പറഞ്ഞില്ല, അടുത്ത 10 വർഷത്തിനകത്ത് എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം എനിക്ക് അച്ചീവ് ചെയ്യണം. ഞാൻ ഒരുപാട് ഇനി സഫർ ചെയ്യുമെന്ന് എനിക്കറിയാം. ഒരു പ്രൊഡക്ഷൻ ചെറിയതല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊഡക്ഷനാണ് ചെയ്തപ്പോഴും ഞാൻ കുറേ സഫർ ചെയ്തു. അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിപ്പോയി. അന്ന് എൻ്റെ കൂടെ ക്രൂവും ഡയറക്ടറും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അടുത്ത പ്രൊജക്റ്റിൽ അങ്ങനെ വരുമായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ ഇനി ഞാൻ ചെയ്യും പ്രൊജക്ട്സ്. അത് ലൈനപ്പ് ചെയ്ത് തന്നെ ഞാൻ പോവും. അതെനിക്കൊരു ഇപ്പം ഒരു ഇഷ്ടവും വാശിക്കുക. സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പ്രൊഡക്ഷൻ തുടങ്ങിയത്. ശരിക്കും അതായത് കേട്ടിരിക്കുന്ന നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ആവുന്ന കുറേ പേര്, അവർ എന്തുകൊണ്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യണു, അവർക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ അതുകൊണ്ട് കുറേ പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ തന്നെയാണോ വീണ? ഇത് ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അനിലയിരൂര് സീയുടെ മുന്നേ, ഇപ്പം ഇല്ലേ അദ്ദേഹം അവിടെ, സീയുടെ മുന്നത്തെ ഹെഡാണ് അനിലേട്ടനെ. ഞാനിങ്ങനെ പറഞ്ഞു സുനിലേട്ടനോടും, ഏഷ്യനെറ്റിലെ സുനിലേട്ടൻ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷനൊക്കെ തുടങ്ങി സിനിമയൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ ചിലപ്പോൾ ഫീൽഡിലോട്ടായി പോകാലോ എന്ന് പേടിയാവണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ നമുക്കൊന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അനിലേട്ടൻ, ഞാനും സുനിലേട്ടനും കൂടെ ഇരുന്നു. എന്നിട്ട് അനിലേട്ടൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, ZEE5 വരുന്നുണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്യ്, ഞാൻ നല്ല സ്റ്റോറി ഉണ്ട് ഞാനും പറയാമെന്ന് പറഞ്ഞു. ചാനൽ എന്ന സ്റ്റോറിയിലാണ് ഞാൻ വർക്ക് ചെയ്തത് ഫുള്ള്. ഞാൻ ടീമുണ്ടാക്കി, പ്രൊഡക്ഷൻ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഗ്രൂപ്പാണ് എൻ്റെ കൂടെ ഉള്ളത് ഇപ്പം. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് അഭിനയിക്കാനായിരുന്നു. പക്ഷെ ആ സ്റ്റോറിയിൽ എനിക്ക് പറ്റുന്ന ക്യാരക്ടർ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അപ്പം എൻ്റെ മൈൻഡിൽ ഇതെനിക്ക് പ്രോപ്പർ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനം. ZEE5 ഫസ്റ്റ്
മിനി വെബ് സീരീസ് ആണ്. അപ്പോൾ അതിന് കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് കിട്ടും. സോ അങ്ങനെ ഞാൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാക്കി മാറ്റി. ഇനിയുള്ള പ്രൊജക്റ്റിൽ ഒരെണ്ണം നല്ലൊരു ക്യാരക്ടർ, അത് ഒരിക്കലും എനിക്ക് ഹീറോയിനായിട്ട് പറ്റില്ല, എനിക്ക് എന്നെ അറിയാമല്ലോ. ഇപ്പം ഞാൻ ഇപ്പോൾ 25 വയസ്സുള്ള ഇപ്പോൾ ഹീറോയിനായിട്ട് ഞാൻ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ലല്ലോ. എൻ്റെ പ്രായത്തിനൊത്തുള്ള ഒരു നല്ല ക്യാരക്ടർ എനിക്ക് അതിനകത്ത് ചെയ്യണം. അത് പതിയെ സംഭവിക്കും. അത് ബാക്ക് ടു ബാക്ക് ഞാൻ എങ്ങനെയെങ്കിലും അത് നടത്തിയെടുക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല എന്താ പറയാ വലിയ കാസ്റ്റിംഗ് ഇതുള്ള മൂവീസും ഒക്കെ അപ്പൊ ഉണ്ടാവും വീണ നായർ പ്രൊഡക്ഷൻസിൽ. ഉണ്ടാവാൻ മാക്സിമം ട്രൈ ചെയ്യാണ്. കാരണം ഞാൻ അത്രയും സഫർ ചെയ്തു. എൻ്റെ കൂടെയുള്ള എൻ്റെ ടീമും നല്ലൊരു ടീമാണ് എൻ്റെ കൂടെ ഉള്ളത്. അവരും അത്രയും സഫർ ചെയ്തു. അങ്ങനെ കട്ടയ്ക്ക് കൂടെ നിന്നു. അപ്പൊ ഇനി അവർക്ക് നല്ലൊരു പ്രൊജക്റ്റ് ഞാൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം വർക്ക് ചെയ്യും. നമ്മൾ വെറുതെ ഇരുന്നാൽ പോലെ ഒരുപാട് വാതിൽ മുട്ടും. നല്ല നല്ല വാതിലുകൾ മുട്ടിയാലേ നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ. ഞാൻ എപ്പോഴും പറയില്ല, ട്രൈ 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 ട്രൈ. നാളെ ഞാൻ പറയില്ല, 10 വർഷം കഴിയുമ്പോൾ എനിക്ക് രമ്യയുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പം എനിക്ക് സക്സസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റണം. അത് സംഭവിക്കും, എനിക്ക് ഉറപ്പാണ്. നല്ല കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ. ഇപ്പം ഈ സിനിമ ബിഗ് ബഡ്ജറ്റ് മൂവീസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ചോദിക്കട്ടെ, മമ്മൂക്കയായിട്ട് ഡൊമിനിക് എന്ന ആ ഒരു സിനിമയിൽ വളരെ കുറച്ച് ചെറിയൊരു കഥാപാത്രമാണ് വീണ ചെയ്തത്. പക്ഷെ ആ ചെയ്ത കഥാപാത്രത്തിൻ്റെ ഡെപ്ത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വീണ ചെയ്തത്. പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ആഗ്രഹമാണ് മമ്മൂക്ക, ലാലേട്ടൻ ഇവരുടെ കൂടെയൊക്കെ ഇങ്ങനെ അഭിനയിക്കുക എന്നുള്ളത്. വീണയ്ക്കും ഉണ്ടാവില്ലേ ഇനിയും ഇത് ഒരു കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ഓരോ കഥാപാത്രങ്ങൾ ഇവരുടെ കൂടെ? ഞാൻ എപ്പോഴും പറയേ, മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ അമ്മയായിട്ടാണെങ്കിലും അഭിനയിക്കാൻ എനിക്ക് കുഴപ്പമില്ല, എന്നെ ഒന്ന് വിളിക്കുമോന്ന് ഞാൻ പല പ്രൊജക്റ്റ് നടക്കുമ്പോഴും ചോദിക്കാറുണ്ട്. കാരണം എന്നാ പറയുന്നേ, വലിയ 2 മഹാ അത്ഭുതങ്ങളല്ലേ, നമ്മുടെ മലയാളത്തിന്റെ അത്ഭുതങ്ങളാണ് ഇത് രണ്ടും. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും ലാലേട്ടൻ മമ്മൂക്ക നമ്മുടെ ഒരു അഹങ്കാരമാണ്. എനിക്ക് ദൈവത്തെ പോലെയാണ്. ഞാൻ മമ്മൂക്കയെ ഫസ്റ്റ് ടൈം കാണുമ്പോഴും എനിക്ക് ഫുള്ള് സിങ് സൗണ്ടാണ്. ഞാൻ രാവിലെ തുടങ്ങിയ പഠിത്തം ഉച്ച വരെ പഠിച്ചു. സ്ക്രിപ്റ്റ് ഫുള്ള് പഠിക്കണം. സിങ് സൗണ്ട് ഗൗതം വാസുദേവനും ഡയറക്ടർ. എനിക്ക് മറ്റേ എയർ പോയി. ഗൗതം സാറിനെ കണ്ടപ്പോഴേ വെണ്ണീത്താണ്ടി വരുവേലെ പാട്ടൊക്കെ ബാക്കിൽ കൂടെ പോയി. ഓഫ്കോഴ്സ് യെസ്, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് കൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടം. അത് കഴിഞ്ഞ് അദ്ദേഹം ഭയങ്കര കൂളാക്കി കഴിഞ്ഞപ്പോൾ മമ്മൂക്ക ലാസ്റ്റ് ആ എൻട്രി, അതൊരു എൻട്രി തന്നെ, രാജകീയമായ വരവായിരുന്നു. വന്നു റെഡി, ഷോട്ട് റെഡി. ഞാൻ വന്നിട്ട് മമ്മൂക്ക എൻ്റെ പേര് വിളിച്ചു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ആദ്യം എന്നെ ആ കോലത്തിൽ കണ്ടപ്പോൾ സ്മിനു അല്ലേ, സ്മിനു. ഞാൻ അയ്യോ മമ്മൂക്ക ഞാൻ സ്മിനു അല്ലേ, വീണ. ഓ വീണ നായർ എന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു അറിയാമോ, മമ്മൂക്കയ്ക്ക് എന്നെ അറിയാന്നേ. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. മമ്മൂക്കയ്ക്ക് വീണ നായർ എന്നുള്ള പേരറിയാം. അതെനിക്ക് ഭയങ്കര സംഭവമായിരുന്നു. അപ്പൊ ആ അത്രയും സന്തോഷത്തോടെയാണോ ആ അത്രയും ഇമോഷണൽ ആയിട്ടുള്ള കരച്ചുകൊണ്ടുള്ള ആ ഒരു സീൻ, അത് കണ്ണുകൾ കൊണ്ട് വീണ അത് ചെയ്തത്? ആ ഒരു ചെറിയ സീനാണെങ്കിലും എത്ര ഡെപ്തിലുള്ള സീനായിരുന്നു. അപ്പൊ ആ ഒരു സന്തോഷം ഉള്ളിൽ കിടന്നത് കൊണ്ടാണ് ഇത്ര നല്ലൊരു ഔട്ട്. അല്ല ഇതെന്നറിയോ, എനിക്ക് ആക്ഷൻ കട്ടിനിടയ്ക്ക് മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അതിന് തൊട്ട് മുന്നേ ഞാൻ ഇങ്ങനെ കിടന്ന് ചിരിച്ചാൽ ആക്ഷൻ പറയുമ്പോൾ ഞാൻ ഓക്കെയാ. എനിക്ക് അല്ലാതെ മറ്റേ ക്യാരക്ടർ ക്യാരി ചെയ്ത് പോവുക അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല. അല്ലാതെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പറയും ഭയങ്കര പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. പ്രിപ്പറേഷൻ അല്ല, ചില സീൻസൊക്കെ ആണെങ്കിൽ മിണ്ടാതിരിക്കും. ഇങ്ങനെ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ അവർ അങ്ങനെ ആയിരിക്കും. പക്ഷെ എനിക്ക് ആക്ഷൻ പറയുമ്പോൾ മാത്രം ഞാൻ റെഡിയാണ് ക്യാരക്ടർ ആവാൻ. കട്ട് പറഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. ഞാൻ അങ്ങനെയാട്ടോ. ഞാൻ വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ലെങ്കിലും ഞാൻ അങ്ങനെയാ. എനിക്ക് അതിന് മുന്നേയൊക്കെ ഞാൻ കിടന്ന് ഭയങ്കര മരണച്ചിരിയൊക്കെ ചിരിക്കും. ഇതിൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റ് പറയും, ഇങ്ങനെ ചോദിക്കും ഇതെന്താ കാര്യം എന്നറിയോ, ലളിതാമ്മ ഇങ്ങനെയാ. ആണോ? ലളിതാമ്മ അങ്ങനെ ക്യാരക്ടർ പിടിച്ചു നിൽക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ കണ്ടു വളർന്നത് അവരെ. സുകുമാരിയമ്മയോ അമ്മ കളിച്ചും ചിരിച്ചും ഓപ്പോസിറ്റ് വന്ന് നിൽക്കുമ്പോഴേ കൊഞ്ഞനൊക്കെ കാണിക്കുന്നേ സജഷനിലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കായിരുന്നു. അന്ന് ഞാൻ തീരെ ചെറുതല്ലേ, എനിക്ക് 17 വയസ്സൊക്കെ ഉള്ളൂ ഞാൻ ആ സീരിയൽ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ചിരിക്കും, എന്നിട്ട് എനിക്ക് ചീത്ത വെക്കുകയും ചെയ്യും. പക്ഷെ അതുകൊണ്ടായിരിക്കും നമുക്കിപ്പോഴും ഈസി, അഭിനയം ഈസിയാന്നല്ല ഞാൻ പറയുന്നത്. അഭിനയം ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടേ ഉള്ളൂ 0-ൽ നിന്ന്, അത്ര ആയിട്ടേ ഉള്ളൂ. പക്ഷെ അതുപോലും കാരണം ഇവരൊക്കെ ഉള്ളത് കൊണ്ടാ. അപ്പം അങ്ങനെ മമ്മൂക്കയുടെ കൂടെ അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടി കേട്ടോ അഭിനയിക്കാൻ.
എനിക്ക് ഇനിയും മമ്മൂക്കയുടെ പടത്തിൽ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. മിക്കവാറും ഞാൻ ഓരോന്നൊക്കെ കാണുമ്പം നമ്മുടെ ജോർജ് ഏട്ടനെ എനിക്ക് ആകെ കോണ്ടാക്ട് ഉള്ളൂ. ജോർജ് ഏട്ടനെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ജോർജ് ഏട്ടൻ എന്നെ അടുത്ത പടത്തിൽ വിളിക്കണേ, പേയ്മെന്റ് ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് അടുത്ത ഇങ്ങനെ ഞാൻ മെസ്സേജ് അയക്കും ജോർജ് ഏട്ടന്. അപ്പം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവർ വിളിക്കായിരിക്കും. ലാലേട്ടൻ്റെ എന്ത് അതിലും ആഗ്രഹമാണ്. ലാലേട്ടന്റെ കൂടെ ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ കൂടെ ഈ ബിഗ് ബോസിൽ കണ്ടല്ലാണ്ട് നമ്മൾ അഭിനയിച്ചിട്ടില്ലല്ലോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവർക്ക് എന്താ നമ്മളെ ഒന്നും വിളിക്കാത്ത, ഇനി ഞാൻ അഭിനയിക്കില്ലേ, അങ്ങനെയൊക്കെ ഒരു സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇനി അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് കാറ്റഗറൈസ്ഡ് ആയി കുറേ ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കോമഡി ചെയ്ത്. ഇനി എനിക്കൊരു നല്ല സാധനം വരണം, ഇത് വേറെ ആരും തന്നില്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം. അതാണ് സംഭവം. അതിനാണ് വീണ നായർ പ്രൊഡക്ഷൻസ് ഒരു പരിധി വരെ. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ഇപ്പം സിനിമ അഭിനയം ഇല്ലെങ്കിൽ കൂടെ നമുക്കൊരു വരുമാനം കൂടെ വേണമല്ലോ. അപ്പം എൻ്റെ മോൻ അവൻ്റെ കാര്യങ്ങളുണ്ട്, അവൻ്റെ ചിലവുകളുണ്ട്. ഓരോ ദിവസവും നമുക്ക് എക്സ്പെൻസ് ഭയങ്കര കൂടുതലല്ലേ. ഇനിയിപ്പോൾ എന്താ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ സിനിമയിൽ ഇപ്പൊ പറഞ്ഞു ജോർജ് ഏട്ടന് മെസ്സേജ് അയക്കാറുണ്ട്, എനിക്ക് പൈസ ഒന്നും തരണ്ട, എനിക്കൊരു ചാൻസ് തന്നാൽ മതി എന്നുള്ളത്. അങ്ങനെ സിനിമയിൽ നിന്ന് വലിയ പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാത്ത, അങ്ങനെ ഒന്നും ചോദിച്ചു വാങ്ങാത്ത വീണ പക്ഷെ പൊതുവെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, TV ഷോകളായിക്കോട്ടെ, സ്റ്റേജ് ഷോസ് ആയിക്കോട്ടെ, അതിലൊക്കെ വീണ ചോദിച്ച് പൈസ വാങ്ങിക്കും. അതിലകത്ത് ഒരു പൈസ വീണ കുറയ്ക്കില്ല. അതിപ്പോ പറഞ്ഞ ഈ മോനെ പഠിപ്പിക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടാണോ? അതെ, കാര്യം പറയട്ടെ. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് സിനിമ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിനി സ്ക്രീനിൽ നമ്മൾ ഒരു പേര്, വലിയ കുഴപ്പമില്ലാത്ത ഒരു പേര് നമുക്ക് മിനി സ്ക്രീനിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണല്ലോ അവര് നമ്മള് വിളിക്കുന്നത് അല്ലേ. അപ്പൊ സിനിമകൾ നമ്മൾ പൈസ പിന്നെയാ വരിക സിനിമയിൽ ആദ്യം വേണ്ടത് നമുക്കൊരു ആ ഒരു പേരാണ്. വീണ നായർ, ഈ ക്യാരക്ടർ വീണ, അടുത്ത സിനിമയിൽ ഇപ്പോൾ ഒരു വലിയ ആക്ട്രസ് ആവുക എന്നുള്ളത്, സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ള പേരാണ് വേണ്ടത്. പ്രശസ്തി വരുന്നതോടൊപ്പം ഓട്ടോമാറ്റിക്കലി പൈസ വരും. അതാണ് അതിൻ്റെ ശരിക്കും തിയറി. ആദ്യത്തെ പടങ്ങളെല്ലാം, ഇനിയും വരുന്ന പടങ്ങളൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ റെഡിയാണ്. എനിക്ക് നല്ല ക്യാരക്ടർ മതി, ഫ്രീ ആയിട്ട് അഭിനയിച്ചോളാം ഞാൻ. നല്ല ക്യാരക്ടർ നല്ല ടീമിൻ്റെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയ ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ റെഡിയാണ്. ഒരെണ്ണം ക്ലിക്കായാൽ പിന്നെ നമുക്ക് പൈസ വാങ്ങിക്കാം. അതുവരെ നമ്മൾ കുറച്ച് സഫർ ചെയ്യണം. അപ്പം ആ സഫറിങ്ങിന് ഇതാണ് ഞാൻ ഇപ്പറേ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പേയ്മെന്റ് കുറയ്ക്കത്തില്ല. ഇവിടെ ഞാൻ ഒരു പരിധി വരെ ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുക. അതിൽ നമ്മൾ താഴെ പോയി ചെയ്താൽ പിന്നെ നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ 10-20 വർഷം കൊണ്ട് ഉണ്ടാക്കിയതാ, ഇന്നോ ഇന്നലെ അല്ല. ഞാൻ +2 തുടങ്ങിയതാ സീരിയൽ അഭിനയം. അതുകൊണ്ടാണ് നമ്മുടെ മൈൽ സ്റ്റോണിൽ എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടിട്ട് വീണ വിളിച്ചു കഴിഞ്ഞപ്പോ വീണ അവിടെ ഞാൻ പൈസയുടെ കാര്യത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. ഫ്രണ്ടൊക്കെ ഫ്രണ്ടാണ്, റിലേഷനൊക്കെ വേറെ. പക്ഷേ പ്രൊഫഷണൽ വന്നു കഴിയുമ്പോഴത്തേക്ക് പൈസ എനിക്ക് വേണം. ഞാൻ വിളിച്ചിരുന്നു, ഞാൻ വിളിച്ച സമയത്ത് ഞാൻ അപ്പുവിനോട് പറഞ്ഞതാ, നീ ഇത് വീഡിയോ ഇടും, നല്ല ഹിറ്റ് അടിക്കും, ഹിറ്റ് ചെയ്യുമ്പോൾ നിനക്ക് പൈസ കിട്ടും, അതിന് എനിക്ക് ഷെയർ തരുമോ? അതില്ല. എന്നാ പിന്നെ എനിക്ക് പേയ്മെന്റ് ഇതാ, ഞാൻ വരാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിന് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ വരാം. കാരണം എനിക്കൊരു ഇന്റർവ്യൂവിൻ്റെ ആവശ്യം ഇപ്പം ഉണ്ട്. എൻ്റെ പ്രൊഡക്ഷൻ, എൻ്റെ കാര്യങ്ങൾ എനിക്കെല്ലാം ഒന്ന് പറയാൻ പറ്റുന്ന. അപ്പം പറഞ്ഞു രമ്യ ആണ്. അപ്പോൾ ഓക്കെ, രമ്യ ആണെങ്കിൽ ഞാൻ വരാം എന്ന് തന്നെയാണ് പറഞ്ഞത്. രമ്യ ആണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. കാരണം എല്ലാം സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഇന്റർവ്യൂ ആണെന്നൊന്നും ഞാൻ പറയണില്ല, മറ്റുള്ളതൊക്കെ. പക്ഷെ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ചോദിക്കാൻ പറ്റണം. അത് രമ്യയെ പോലെ ഒത്തിരി നല്ല നല്ല ആങ്കേഴ്സ് ഇപ്പം ഉണ്ട്, അവരൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം അതിനകത്ത് എനിക്ക് അപ്പു കുറച്ചുകൂടെ പ്രിയപ്പെട്ടതായതുകൊണ്ട്, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രിയപ്പെട്ടതായതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും ചറവറ പേഴ്സണൽ ഇന്റർവ്യൂ കൊടുക്കുന്ന ആളല്ല. ഫെബ്രുവരിയിലാണ് ഒന്ന് കൊടുത്തത്, പിന്നെ ഇപ്പൊ ഇന്നാ തന്നെ. ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞിട്ട് അടുത്ത കൊടുക്കുള്ളൂ. അത് മതിയല്ലോ. മതി. പാട് സന്തോഷമുണ്ട് വീണ പറഞ്ഞതില്, താങ്ക് യു. പക്ഷെ ഞാൻ ഒരു കാര്യം അതിൽ ക്ലിയർ ചെയ്തോട്ടെ. ഇപ്പൊ പറഞ്ഞു പോയതില് മൈൽ സ്റ്റോണിന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടായിരുന്നില്ല അന്ന് വീണ നമ്മുടെ അടുത്ത് പൈസ ചോദിച്ചതൊന്നും. നമ്മുടെ മൈൽ സ്റ്റോണിന്റെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അന്ന് ആ ഇവന്റില് ഒരു കോമഡി പെർഫോമൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് വീണ പറഞ്ഞത്, ഓക്കെ പെർഫോമൻസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ പൈസ തന്നെ. അല്ലാതെ സമയത്ത് ഞാൻ പൈസ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് മനസ്സിലായില്ല, എന്തിനാന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനപ്പോ പറഞ്ഞു പേയ്മെന്റ് വേണമെന്ന് പറഞ്ഞു. കാരണം ഫ്രീ ആയിട്ട് നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഒരു സൈഡിൽ കൊടുക്കാം. ഷോയ്ക്ക് അങ്ങനെ പ്രോഗ്രാം വരുമ്പോഴേ, ഇപ്പൊ മിനി സ്ക്രീനിൽ ഇപ്പൊ എന്ത് പ്രോഗ്രാമിന് വിളിച്ചാലും എല്ലാവർക്കും കംപ്ലൈന്റ് ഉണ്ട്, ഞാൻ പേയ്മെന്റ് കുറച്ച് പോകില്ല. അതെന്ന് വെച്ചാല്
അതിനകത്ത് പേയ്മെന്റ് കുറച്ച് പോയാൽ പിന്നെ വീണ്ടും ഞാൻ പേയ്മെന്റ് കുറയ്ക്കേണ്ടി വരും. ഒരിക്കൽ കുറച്ച പിന്നെ അത് കുറച്ചുകൊണ്ടേ ഇവിടെ ഇപ്പറ സൈഡി ഫുള്ള് ഫ്രീ ആയിട്ടാണല്ലോ പോണേ. അതെ. അപ്പൊ അവിടെ ഒന്ന് ബാലൻസ് ഞാൻ ഭയങ്കര പേയ്മെന്റ് കുറവാ വാങ്ങിക്കുക. ആ ഞെട്ടിപ്പോവും ഞാൻ സിനിമയിലൊക്കെ വാങ്ങിക്കുന്ന പേയ്മെന്റ് ആയിട്ട്. ഞാൻ അത്ര ചെറിയ പേയ്മെന്റിന് പോയി ഞാൻ വർക്ക് ചെയ്യും. കാരണം എനിക്ക് വർക്കാ വേണ്ടത്, നല്ല ക്യാരക്ടറാ വേണ്ടത്. വേണ്ടത്. അപ്പൊ എന്തെങ്കിലും ഒരിക്കൽ നല്ല ക്യാരക്ടർ കിട്ടി. നമ്മുടെ ആഗ്രഹം അങ്ങനെയല്ലേ, ഒരുപാട് വലിയ വലിയ ഉയരങ്ങൾ. ഇതേ അറിയൂ രമ്യ, ഇതാണ് നമ്മുടെ ബ്ലഡ്, ഇതാണ് ജീവിതം, ഇതാണ് എല്ലാം. അഭിനയവും സിനിമയൊക്കെ തന്നെയാണ് എൻ്റെ എല്ലാം. നമ്മൾ രാവിലെ മുതൽ എണീക്കുമ്പോൾ മുതൽ ഇപ്പൊ രമ്യ ചിന്തിക്കുന്ന നല്ല പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റണം, നല്ല ഇന്റർവ്യൂ, അങ്ങനെയൊക്കെ ചിന്തിക്കണ പോലെ. അല്ല നിഖില് ചിന്തിക്കുന്ന എന്തായിരിക്കും, നല്ല പാട്ടുകൾ. അല്ല അല്ല നമുക്കിതാണ് നല്ല സിനിമകൾ. അങ്ങ് മേലെ മുതൽ മണിരത്ന സാറിന്റെ പടം മുതൽ ഇങ്ങോട്ടുള്ള പടങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കാം. ഓക്കെ. സിനിമയുടെ പ്രതിഫലവും സിനിമയുടെ ഇതിൽ ഒരുപാട് ഇഷ്ടത്തോടെ സിനിമ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഇപ്പം പറഞ്ഞു വരായിരുന്നു വീണ. അതുപോലെ ഒരുപാട് ഇഷ്ടത്തോടെ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ടും ആ സിനിമയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് സാരി എല്ലാം അന്ന് പാക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ആ സിനിമയുടെ സമയമായപ്പോഴത്തേക്ക് അവര് വീണയെ വിളിച്ചില്ല. അങ്ങനെ ഒരു ഇൻസിഡന്റ് വീണയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതെ. എന്നിട്ട് ആ സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ ആ സിനിമ അത് അധികം നല്ല രീതിയിൽ ഹിറ്റായില്ല, അതായത് കളക്ഷനിലേക്കൊന്നും പോയില്ല. അന്ന് വീണ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായി, ഞാൻ ആ സിനിമ ഫ്ലോപ്പ് ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നുള്ളത്. ഇന്നിപ്പോൾ വീണ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ ആ പറഞ്ഞതും ആ ഡിസിഷനും അതൊക്കെ തെറ്റിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? തെറ്റിപ്പോയി എന്നല്ല, അത് അന്നത്തെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്റ്റുകൾ, അതായത് ഈ ഇനോഗ്രേഷൻ പോലെയുള്ളത് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് മാസം ചിലവില്ലേ. അപ്പം ഞാൻ ആ മാസം ഉണ്ടായിരുന്ന ഈ ഡേറ്റിലുണ്ടായിരുന്ന 2 ഫംഗ്ഷൻ, 1-2 ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതും ക്യാൻസൽ ചെയ്ത് ഇവരോട് ഞാൻ വീണ്ടും വിളിച്ച് ചോദിച്ചിരുന്നു, നിങ്ങൾ ഷൂട്ട് കൺഫേം അല്ലേ? അപ്പോൾ ഷൂട്ട് കൺഫേം ആണെന്ന് പറഞ്ഞ് ആ ഡേറ്റ് ബ്ലോക്ക് ചെയ്തു. എൻ്റെ ആ ഒരു മാസത്തെ വരുമാനം പോയേ. അന്നത്തെ ആ ഒരു വിഷമവും ഇതിനാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആ സമയത്ത് ചിന്തിച്ചു പോയിരുന്നു. കാര്യം ഒരു മാസത്തെ എനിക്ക് കയ്യിൽ പൈസ കിട്ടിയില്ല, ഞാൻ എങ്ങനെ റെൻറ്റിന് കൊടുക്കും? എൻ്റെ കുഞ്ഞിൻ്റെ സ്കൂളിലെ ഫീസ് ഞാൻ എങ്ങനെ കൊടുക്കും? വീട്ടിൽ നിൽക്കുന്ന ലേഡിയുടെ പൈസ, കറണ്ട് ചാർജ്, വീട്ടിലെ ചിലവുകൾ, ഇതൊക്കെ ഞാൻ എങ്ങനെ കൊടുക്കും? അത് ഞാൻ വന്നിട്ട് അധികം നാളായിട്ടില്ല കൊച്ചിയിലേക്ക്. ഞാൻ കൊച്ചിയിൽ വന്ന് അങ്ങ് തുടങ്ങി ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്ക് അത്ര ദേഷ്യമായിരുന്നു. അപ്പോൾ എനിക്ക് അവരെ ഇൻ്റർവ്യൂ ചെയ്തപ്പം ആ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞതാണ് ആ പടം. പക്ഷേ ഞാൻ ഇപ്പം ചിന്തിക്കുമ്പോൾ ഈശ്വര, അന്നത്തെ ദേഷ്യത്തിൽ പറഞ്ഞ, ഒരു പക്ഷേ ആ സമയത്ത് എന്നെക്കാളും വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കാസ്റ്റ് നന്നാക്കണം എന്ന് തീരുമാനിച്ചിട്ടായിരിക്കും മറ്റേ ആർട്ടിസ്റ്റിനെ വിളിച്ചത്. അവർക്ക് വ്യക്തമായി, എനിക്ക് ഒറ്റ കംപ്ലൈൻറ്റ് എന്നെ വിളിച്ച് പറഞ്ഞില്ല, ഉള്ളവർക്ക് പോയി. ആ ഒരു മാസം ഞാൻ നല്ല ബുദ്ധിമുട്ടിയായി. ആ ഒരു മാസം ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ മാസം നമുക്ക് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഗോൾഡ് വല്ലതും കൊണ്ട് വിറ്റാലേ പിന്നെ ആ മാസത്തെ കാര്യം ഓടുള്ളൂ. ഞാൻ സത്യസന്ധമായിട്ടായി പറയുന്നത്. അങ്ങനെ ആ മാസം ഞാൻ നല്ല ബുദ്ധിമുട്ടിയായിരുന്നു. ആ ബുദ്ധിമുട്ടാണ് സിനിമ റിലീസായപ്പോഴത്തേക്കിനും അത് ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര പച്ചയായിട്ടുള്ളൊരു സ്ത്രീയാണ് ഞാൻ. ഞാൻ കള്ളം പറഞ്ഞല്ല, എൻ്റെ സ്ഥാനത്ത് ആരായാലും ആ സമയത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ചിലത് നമ്മൾ പബ്ലിക്കലി പറയാൻ പാടില്ല. അതെനിക്ക് അന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത് മനഃപൂർവ്വമല്ല, എൻ്റെ അന്നത്തെ ഒരു സിറ്റുവേഷനാണേ. ഞാൻ ആ മാസം നല്ല സഫർ ചെയ്തു. എനിക്ക് ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ, അപ്പനില്ല അമ്മയില്ല, ഒരാൾ സപ്പോർട്ട് ചെയ്യാതെ തന്നെ ഒരു കുഞ്ഞിനെ വളർത്തുന്നതാണ്. വലിയ സംഭവമൊന്നുമല്ല, അങ്ങനെ വളർത്തുന്നവർ ഒത്തിരി പേരുണ്ട്. പക്ഷെ നമുക്ക് അഭിനയിക്കാൻ പോയില്ലെങ്കിൽ നമ്മൾ പട്ടിണിയായി പോയി, വേറെ വരുമാനമില്ലേ. അപ്പം ആ ദേഷ്യത്തിൽ അന്ന് പറഞ്ഞതാ, പക്ഷെ പറയാൻ പാടില്ലായിരുന്നു. പിന്നീട് ഞാനത് ആലോചിക്കുമ്പോൾ ഈശ്വര, ഞാനത് പറഞ്ഞതുകൊണ്ട് ഒത്തിരി പേർക്കൊരു ബുദ്ധിമുട്ട്, അല്ല എന്നെ അഹങ്കാരി എന്ന് പറയാനുള്ള സാധ്യതയ്ക്ക് ഞാനായിട്ട് വഴിവെച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇൻഡസ്ട്രി നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. അത് പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഓരോ ചിന്തകളും പിന്നെ അതിന് ശേഷമൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഓക്കെ, പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണ് നമ്മളെ കാസ്റ്റ് ചെയ്തിട്ട് ഇനിയും മാറ്റുന്നുണ്ട്, ഇപ്പോഴും മാറ്റുന്നുണ്ട്, ഇനി നാളെ ഒരിക്കലും മാറ്റാം. അത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അപ്പൊ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ ഐ എം റിയലി വെരി സോറി. ബിക്കോസ് ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. വീണയെ കണ്ടു കഴിഞ്ഞാൽ ശ്രീവിദ്യാമ്മയെ പോലെയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാണോ ഈ അടുത്തിടെ ഒരു ഫോട്ടോഷൂട്ട് എന്ത് ഭംഗിയായിട്ടാ സാരിയൊക്കെ ഉടുത്ത് അതേപോലെ. ഈ പോഡ്കാസ്റ്റിന്റെ ഇടയിൽ ഇതുവരെ ചിലപ്പോൾ ചീത്ത വരില്ലായിരിക്കും ഈ ഒറ്റ ചോദ്യത്തോടുകൂടി. അല്ല, ഞാൻ പറയട്ടെ, എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. സുകുമാരിയമ്മ ആദ്യമായിട്ട് ഞാൻ ചെറുതിലെ എന്നോട് ഇങ്ങനെ എന്തോ ഒരു റിയാക്ഷൻ ഇടുന്ന സമയത്തോ എന്തൊക്കെയോ ഒരു ചെറിയൊരു
ഷേപ്പൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞത് ചെറുതില്. പക്ഷെ ഞാനതൊക്കെ അങ്ങ് പിന്നെ മറന്നു. പിന്നെ എന്നോട് സുരേഷ് ഏട്ടൻ മേഹു മൂസയിൽ ഞങ്ങൾ ഓപ്പോസിറ്റ് ഒന്ന് അഭിനയിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചായ ഉണ്ട്. ചുമ്മാ അങ്ങനെ ഇപ്പം ഇപ്പം റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്ന് ആലോചിച്ചപ്പോൾ മഞ്ജു കല്ലൂൺ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, എൻ്റെ ഫ്രണ്ടാട്ടോ മഞ്ചേച്ചി എൻ്റെ സ്റ്റൈലിസ്റ്റ് നിത്തിനും അവനോട് പറഞ്ഞു നമുക്ക് ശ്രീവിദ്യാമയെ റീക്രിയേറ്റ് ചെയ്തല്ലോ. ഞാൻ പറഞ്ഞു അയ്യോ അതൊക്കെ പാളിപ്പോയാൽ തീർന്നില്ലടാ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിതിൻ ആ കറക്റ്റ് ആ കോസ്റ്റ്യൂം ശോഭയുടെ സാരിയാണ് നമ്മുടെ ബിഗ് ബോസിലെ, ആ സാരിക്ക് വേണ്ടി തപ്പി ശോഭയുടെ അടുത്ത് വരെ ചെന്നു. അത് സാരി, പിന്നെ അതേപോലെ തന്നെ മുടിയൊക്കെ നമ്മൾ ഇട്ട് ആ പൊട്ടൊക്കെ തൊട്ട് അത് ഫോട്ടോ എടുത്ത അഭിനയായിരുന്നു, ഫൈൻ ഷൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതെല്ലാവരോടും വന്ന ആർട്ട് ചെയ്തൊക്കെ നമ്മൾ തന്നെയാണ്. വീണയൊക്കെ ഞാൻ റെൻറ്റിനെടുത്ത്, വിളക്കുകളൊക്കെ കുറേ റെൻറ്റിനെടുത്ത് എൻ്റെ വീട്ടിലെ ഹാളിനകത്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്തത് ശ്രീവിദ്യാമ്മയെ ഭയങ്കരമായിട്ട്. കാരണം ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് നല്ലതായിട്ട് വരണേ നമ്മൾ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുമല്ലോ. ഒന്ന് മനസ്സിൽ വിചാരം. എനിക്കവർ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് സുന്ദരിയാ, എന്ത് ഭംഗിയാ, അത്രയും ഭംഗിയൊന്നും വണ്ണം വെച്ചായിരിക്കുന്നെങ്കിൽ എന്താ ഐശ്വര്യം. അതൊന്നും ഒരാൾക്കുമില്ല. ഇനി ആ ഡ്രസ്സൊക്കെ ഇട്ട് അതിനവിടെ ഇരുന്നപ്പം എന്തോ ഒരു ചായകാച്ചല് അത്രേ ഉള്ളൂ. അതല്ലാണ്ട് അമ്മയായിട്ട് യാതൊരു വിധ ബന്ധമില്ല എനിക്ക്. അത് എനിക്ക് നന്നായിട്ട് എന്നെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം ഞാൻ അയ്യോ അമ്മയെപ്പോലെ അങ്ങനെ പറഞ്ഞ ആൾക്കാർ എന്നെ കർണക്കുട്ടിട്ട് അടിക്കും. അല്ല സീരിയസ് ആയിട്ട്. അമ്മ ആ പ്രോജക്റ്റ് അത് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ അപ്പ് ചെയ്യാൻ നേരത്തെ ഞാൻ എൻ്റെ ഈ പയ്യനോട് ഞാൻ പറഞ്ഞു, അപ്പം ഞാനന്ന് ബിഗ് ബോസിൻ്റെ ഫിനാലേക്ക് ചെന്നൈക്ക് ഫ്ലൈ ചെയ്യുക. അപ്പോൾ വെളുപ്പിനെ ഇടുന്നത്. ഞാൻ പറഞ്ഞേ ഒരു കാര്യം ചെയ്യേ, ഇത് ഇട്ടോ, പക്ഷേ ഇട്ടിട്ട് ചീത്ത എങ്ങാനും കിട്ടുന്നെങ്കിൽ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തേക്കണേന്ന് പറഞ്ഞു. കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ ചെയ്തേക്കല്ലേ. കാരണം ഇവരെന്താ ആൾക്കാർ. പക്ഷെ ഞാൻ അവിടെ എത്തിയ ഉടനെ എനിക്ക് പിഷാരിയുടെ കോളാ ഫസ്റ്റ് വരുന്നത്. നീ ഒരു സാധനം ചെയ്തിട്ടുണ്ട് വീണേ, ഞാനിപ്പോൾ അതിപ്പോൾ രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, അതിനകത്ത് എന്തോ ഉണ്ട്, ഇത്രേ പറഞ്ഞുള്ളൂ. നീ ചായ ഒന്നുമില്ല, പക്ഷെ അതിനകത്ത് എന്തോ ഒരു അതെന്നെ എല്ലാവരും പറഞ്ഞേ. ശാന്തി മാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. ശാന്തി മാസ്റ്റർ അത് കൊറിയോഗ്രാഫി ചെയ്തേ. മാസ്റ്റർ നമ്പർ എടുത്തിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്പരൊക്കെ കിട്ടി, ഞങ്ങൾ സംസാരിച്ചു. മാം പറഞ്ഞു ഭയങ്കരമായിട്ട് മാമിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കുറേ പേര് പറഞ്ഞു എനിക്കൊരു സിനിമ ചെയ്താൽ ഇത്രയും ഇത് കിട്ടില്ലെന്നേ. ഒരു സിനിമയിൽ എനിക്ക് ഇത്രയും ആൾക്കാർ അപ്രീസിയേഷൻ വന്നിട്ടില്ല. അതാണ് അത് ആ ശ്രീവിദ്യാമ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ ഗുണമാണത്. ഇഷ്ടം അങ്ങനെ വന്നു. അതിന് കാരണം ഇവരെല്ലാരും കൂടെ വന്നപ്പം എന്തോ ഒരിത് അത്രേ ഉള്ളൂ. അല്ലാതെ യാതൊരു ബന്ധമില്ല കേട്ടോ. അതെനിക്ക് നന്നായിട്ട് അറിയാം. സാരിയൊക്കെ ഉടുത്ത് അങ്ങനെ പെട്ടെന്നൊരു ഛായ ഇത് തോന്നുകയാണ് ചെയ്തത്. അത്രേ ഉള്ളൂ. ശ്രീവിദ്യാമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ചോദിക്കട്ടെ, ശ്രീവിദ്യാമ്മ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ നമുക്ക് പാട്ടും നല്ല 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 ഗാനങ്ങളെല്ലാം നമുക്ക് കൂടെ ഭജൻസ് എല്ലാം നമുക്ക് ഓർമ്മ വരും. വീണ പാട്ട് പാടുമോ? അങ്ങനില്ല, ഇങ്ങനെ ചുമ്മാ പാടും. അന്നൊന്ന് ചുമ്മാ ഒന്ന് പാടിക്ക കേക്കട്ടെ. ഇതുവരെ എന്നെ തെരുവിളിക്കാത്തവരെ കൊണ്ട് എന്നത്തെ കാര്യം എന്റെ ശബ്ദേ ഈ വലിയ നല്ല പാട്ടിനൊന്നും കൊള്ളിയല്ല. പിന്നെ ഈ കലോത്സവ സമയത്തൊക്കെ ഈ കഥകളി സംഗീതമൊക്കെ അതിനൊക്കെ വലിയ വൃത്തികേടില്ലാതെ പാടുമെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഒരു കഥകളി സംഗീതം. കഥകളി സംഗീതത്തിന് 4 വരി. അത്യാശ്ചര്യം വൈഭവം ബാഹുകിയം ദൂത്യാ പ്രീത്യാ സേവിതം ഭീമപുത്രീ സാത്യ ആനന്ദം കേട്ട നേരം നിനച്ചു സ്വഗാതം. നന്നായി പാടി. എല്ലാരും കൈയടിച്ചു. പിന്നെ സൂപ്പർ ആയിരുന്നു, നന്നായിരുന്നു. കണ്ടോ,
ഫുൾ നന്നായിരുന്നു. എന്നെ കളിയാക്കുമല്ലോ. അല്ല, ശരിക്കും നന്നായിട്ട് പാടി ശരിക്കും എനിക്ക് നന്നായിട്ട് പാടി. ഇങ്ങനെയൊക്കെ പാടാനേ കൊള്ളുള്ളൂ ഈ ശബ്ദം. ആണോ? അല്ല, ഓരോ ശബ്ദത്തിനും ഓരോരോ ഇതിലുള്ള ഭാവങ്ങളുള്ള പാട്ടുകളല്ലേ. പക്ഷെ ഈ ശബ്ദ പാടിയ പാട്ടും ഈ ശബ്ദവും തമ്മിൽ കറക്റ്റ് നന്നായിട്ട് പാടാൻ പറ്റി. ആ ഉറപ്പിച്ച നിഖിന്റെ സിംഗറിന്റെ വൈഫ് എഴുതി എഴുതി തന്നു. വന്നു, ഒപ്പം സീൽ ചെയ്ത് വന്നു. ഓക്കെ. സിനിമയും പ്രതിഫലം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വീണ, സിനിമയിൽ വലിയ പ്രതിഫലം ഒന്നും വേണ്ട, നല്ല ക്യാരക്ടർ തന്നാൽ ഞാൻ അഭിനയിക്കാം, അതിന്റെ ഭാഗമാകാനും വീണ റെഡിയാണ്. പക്ഷേ നമുക്കിപ്പം ചില സമയത്ത് ഇപ്പം നിങ്ങളൊരു പ്രൊജക്റ്റിലേക്ക് കമ്മിറ്റ് ചെയ്യുമ്പം അതിന് മുൻകൂട്ടി തന്നെ ഇതിനകത്ത് ഇത്ര പേയ്മെന്റേ ഉള്ളൂ, ഇതൊക്കെ നിങ്ങളടുത്ത് സംസാരിക്കും. അപ്പം നിങ്ങൾ വില്ലിങ്ങും ആയിരിക്കും. ഓക്കെ, കുറഞ്ഞ പേയ്മെന്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ വരാം എന്നും പറഞ്ഞ് നിങ്ങൾ പോയി ചെയ്യുക. എന്നിട്ട് അഭിനയം എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവര് ആ പറഞ്ഞ പേയ്മെന്റ് പോലും തരാതിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനത്തെ സിറ്റുവേഷൻസും വീണയുടെ ലൈഫിൽ വരുമ്പോൾ വീണ അതിനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത് അതൊരു തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഒരിക്കലും റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഞാൻ സിനിമയല്ല, ഒരു സീരിയലിൽ ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് ഞാൻ ഒരു പേയ്മെന്റ് ഞാനൊന്ന് ഉച്ചയ്ക്ക് ശേഷം ചെന്നതിൻ്റെ പേരിൽ പേയ്മെന്റ് പകുതി കട്ട് ചെയ്തു. ഓ, അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ പേയ്മെന്റ് തരാതെ വരും. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ പറയില്ല. അതിന് കാര്യം ഞാനൊരു പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഹാഫ് ഡേ ടെക്നിക്കലി നമുക്കൊരു 500 രൂപ വേണ്ട, 100 രൂപ ലാഭം കിട്ടിയ പ്രൊജക്റ്റിന് നല്ലതാ. അതുകൊണ്ട് ഇനി ഒരിക്കലും ഉണ്ടല്ലോ ഒരു ലൊക്കേഷനിൽ ഇതുവിധ ഒരു സംഭവത്തിനും എന്ത് മാത്രമാണ് ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ഷൻ ടീമും ഈവൻ പോസ്റ്റ് പ്രൊഡക്ഷനിലെ ആൾക്കാരും അല്ലെങ്കിൽ ക്യാമറ എല്ലാവരും എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്ന് ഇപ്പോഴാണ് പ്രൊഡ്യൂസറായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അതൊന്നും അറിയാതെ ഒരുപാടൊന്നും മിസ്റ്റേക്സ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്തപ്പോൾ ഇനി ഒരിക്കലും ഒരു ടൈമിങ്ങിൽ പോലും വേരിയേഷൻ വരാതെ മാക്സിമം പറയുന്ന ടൈമിൽ ഞാൻ എല്ലായിടത്തും എത്തും. കാരണം പ്രത്യേകിച്ച് ഒരു സിനിമയുടെ സീരിയലിൻ്റെ ലൊക്കേഷനിൽ, കാരണം ഒരു അരമണിക്കൂർ പോലും നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി എന്തുകൊണ്ട് ഇത്രയും രാവിലെ ഷൂട്ട് വെക്കുന്നു. കാരണം അവർക്ക് അത്രയും കൂടെ കിട്ടുകയല്ലേ. നമ്മൾ 5:30 കോൾ ഇത് വച്ചിരിക്കുന്നു, രാവിലെ വിളിക്കുന്നു 5:30, എൻ്റെ അമ്മേ 6 മണിക്ക് എണീച്ചു, 6:30 അവിടെ എത്തണം, ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പം എന്നിട്ട് ഞാൻ 6 മണിക്ക് എണീറ്റ് 6:15 സ്പീഡ് കൂട്ടും കാറിൻ്റെ, എന്നാലും എത്തുമ്പോൾ ഒരു 10 മിനിറ്റ് വൈകൂടും. പക്ഷെ അങ്ങനെ പോലും ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞേ. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവണേ. അങ്ങനെ ഒത്തിരി മിസ്റ്റേക്സ് ചെറിയ ചെറിയ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇനി ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ലൊക്കേഷനിൽ അങ്ങനെ പേയ്മെൻറ്റ് തരാമെന്നപ്പോൾ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഞാനൊന്ന് സോഫ്റ്റായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് അതങ്ങ് ഓക്കെ ആയി പോയേനെ. ഞാൻ അതിൻ്റെ പേരിൽ എടുത്ത നിലപാടൊക്കെ ഭയങ്കര മോശമായിപ്പോയി. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഓരോ സമയം കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതെന്തായിരുന്നു നിലപാട്? അതായത് അങ്ങനത്തെ കാര്യത്തിനൊന്നും വേണ്ടിയിട്ട് നമ്മൾ ലൊക്കേഷനിൽ പേയ്മെൻറ്റ് തരാത്തതിൻ്റെ പേര് പോവാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഒരാളും. ഒരാർട്ടിസ്റ്റുകളും ചെയ്യാൻ പാടില്ല. അവർ തരും പേയ്മെൻറ്റ്, ചിലപ്പോൾ തരാത്തതിൻ്റെ കാരണം അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ പേയ്മെന്റ് കിട്ടിയില്ലെങ്കിലും ആർട്ടിസ്റ്റിന്റെ സൈഡിൽ നോക്കുമ്പോൾ ഇവർക്കും ഈ പൈസയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരായിരിക്കും. അതെ. പക്ഷെ നമ്മളെ ചീറ്റ് ചെയ്യാണോ വഞ്ചിക്കപ്പെടുകയാണോ, നമുക്ക് പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ അവർക്കും അവിടെ സിൻസിയർ ആവുക, ഡെഡിക്കേറ്റഡ് നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റാണ്ട് തരാന്ന് പറയല്ലേ, തരാന്ന് പറയുന്നതിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണല്ലോ. ചില ആൾക്കാർ ചൂടുവെള്ളത്തിൽ വീണ ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഇനി അത് ചെയ്യില്ല. ഇനി മറ്റുള്ള ആൾക്കാരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഒരാളെയും ചീറ്റ് ചെയ്യില്ല. ഞാൻ മാക്സിമം കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തന്നെയാണ് വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ ചീറ്റ് ചെയ്യില്ല. ഞാൻ ഇപ്പോൾ എന്നോട് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു പ്രൊജക്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇനിയും പേയ്മെൻറ്റ് കിട്ടാനുണ്ട്, 2 മാസമായി, 2 കഴിഞ്ഞ ജനുവരി ഞാൻ തീർന്ന സിനിമയത്. ഇപ്പോൾ എത്ര മാസമായി, ഇതുവരെ എനിക്ക് അതിൻ്റെ ബാലൻസ് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ പക്ഷേ ഡബ് ചെയ്തെല്ലാം കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇടണേ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഞാൻ പുള്ളിയെ വിളിച്ച് സംസാരിക്കാറുണ്ട്. പുള്ളി പറഞ്ഞ് ആവാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അയാൾ ആ സിനിമ ഇറക്കിയേനെ, അയാൾ ഭയങ്കര ടൈറ്റില്ല. അത് മുന്നേ തന്നെ അങ്ങനെ തന്നെയാണ്. ഞാൻ സിനിമയുടെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പൈസ തന്നിട്ട് ഡബ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നും നമ്മൾ ഇന്നുവരെ പറഞ്ഞില്ല. അതിന് മാത്രം വലിയ ആർട്ടിസ്റ്റൊന്നും അല്ലല്ലോ നമ്മൾ. സീരിയലിൽ എനിക്ക് വിഷമം അങ്ങനെ കുറച്ച് വേറെ പേഴ്സണൽ ഇഷ്യൂവിന് വേണ്ടി ഞാൻ മാറി നിന്നിട്ടാണ് അത് കട്ട് ചെയ്തത്. അതിൻ്റെ പേരിലാണ് ഒരു ചെറിയ വാശി ഞാൻ പിടിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരാളും. സീരിയൽസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, സിനിമയും ചെയ്യുന്നു. സീരിയൽസിൻ്റെ ഒക്കെ ഒരു രീതി എന്ന് പറയുന്നത് പണ്ട് മുതലേ ഇങ്ങനെ ആദ്യം ഒരു പൈലറ്റ് എപ്പിസോഡ് എടുക്കും, എന്നിട്ട് അവർ ചാനലിൽ കൊടുക്കും. എന്നിട്ട് ചാനൽ ചിലപ്പം അത് അപ്രൂവ് ചെയ്യും, ചിലപ്പോൾ അവർ അതിനകത്ത് കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ മാറ്റും. ഇത് വേണ്ട, ഇന്ന ആൾ വേണ്ട എന്നൊക്കെ രീതിയിൽ അവർ പിന്നീട് അതിനകത്തൊരു മാറ്റങ്ങൾ വരുത്തി പിന്നീട് പുതിയ രീതിയിലേക്കായിരിക്കും അവർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പം വീണ തന്നെ ഫസ്റ്റ് ചെയ്ത സ്ത്രീത്വത്തിലാണെങ്കിലും പൈലറ്റ് എപ്പിസോഡ് ചെയ്തു, പിന്നെ അവരത് എടുത്തില്ല. അപ്പൊ പൈലറ്റ് അല്ല, ശ്രീത്തം പകുതിക്ക് വെച്ചിട്ട് ഹീറോയിനായിട്ട് കയറിയതാ ഞാൻ. ആണല്ലേ? പക്ഷെ അത് അപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞിരുന്നു,
അത് നമ്മൾ മാറ്റർ സംസാരിച്ചില്ല. അച്ഛനോട് പറഞ്ഞിരുന്നു ഈ പ്രൊജക്റ്റ് നിൽക്കും, ചാൻസ് ഉണ്ട്, മോളോട് ഇപ്പം പറയണ്ടെന്ന്. ഓ ഞാനൊന്ന് കുഞ്ഞല്ലേ, എന്താ +1 +2 പഠിക്കുക, മാക്സിമം ഒരു അങ്ങായിരുന്നു 15-16 വർഷം. എന്നിട്ട് ഞാൻ ഹീറോയിനായിട്ട് അതിനകത്ത് അഭിനയിക്കണം. അന്നേ എനിക്ക് ആൾവലിപ്പം തോന്നിക്കും. ആ ഓക്കെ ഫേസിന് സാരി കൊടുത്തിന് വലിയ കുട്ടികളെ മാതിരിയാ. ഓ ശ്യാം ഗണേഷ് എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ട്, തമിഴിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളിയായിരുന്നു അതിനകത്ത് ഹീറോ. പുള്ളിയുടെ സെക്കൻഡ് വൈഫായിട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ സീൻസും കാര്യങ്ങളും എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 6 ദിവസം വർക്ക് ചെയ്തു, അവിടുന്ന് പോകുന്നു ഭയങ്കര ഹാപ്പി. സ്കൂളിൽ എല്ലാവർക്കും ക്ലാസ്സിലൊക്കെ മൊത്തം ലഡു വിതരണം, ടീച്ചറിനും ഒക്കെ. ഇല്ല നാട്ടിൻപുറത്തുള്ള സ്കൂളല്ലേ ഒന്നാമത്തെ കാര്യം. നമ്മുടെ കോട്ടയം അങ്ങനെ ഭയങ്കര, ഇപ്പോഴാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. അപ്പം അന്നത്തെ കാലത്ത് വലിയ സംഭവമാണേ. സൂര്യ ടി വിയിലെ സീരിയലിൽ മെയിൻ ലീഡ് ചെയ്യുന്നു. അപ്പം വെള്ളിയാഴ്ച എൻ്റെ എപ്പിസോഡാ, വ്യാഴാഴ്ച എല്ലാവർക്കും ലഡു. വെള്ളിയാഴ്ച ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് എഴുതി കാണിക്കുന്നു, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഈ സീരിയൽ നിർത്തുന്നു എന്ന്. ഞാൻ കരഞ്ഞ് തലയിറങ്ങി വീണു, ഛർദ്ദിക്കല്, ടെൻഷൻ അടിച്ചിട്ട്. എൻ്റെ ടെൻഷൻ ഇതൊന്നുമല്ല, സ്കൂളിലേക്ക് എങ്ങനെ പോവും, എല്ലാരും എങ്ങനെ ഫേസ് ചെയ്യും. പിന്നെ അതൊരു വലിയ പ്രശ്നമാണ്. അന്നത്തെ കാലത്ത് ഇതൊക്കെ നമ്മുടെ വലിയ പ്രശ്നങ്ങളിൽ ഒന്നാ. ഇത് ഇത്രയും തള്ളി മറിച്ചിട്ടേ വന്നിട്ട് സ്കൂളിൽ എങ്ങനെ പോവും? ഒരാഴ്ച സ്കൂളിൽ പോയില്ല. പിന്നെ എങ്ങനെ ഫേസ് ചെയ്ത് ഫ്രണ്ട്സിനെ? അപ്പോൾ സ്കൂളിൽ നിന്ന് കോളൊക്കെ വന്നു. അപ്പം ടീച്ചറൊക്കെ പറഞ്ഞു വിഷമിക്കേണ്ട, സാരമില്ല. അച്ഛനെ വിളിച്ചു ടീച്ചർ, ഒരാഴ്ചയായിട്ടൊന്നും ഒരു വിവരവും ഇല്ല, ഫ്രണ്ട്സിൻ്റെ കോൾ എടുക്കുന്നില്ല. വീട്ടിലന്ന് ലാൻഡ് ലൈനിലാണല്ലോ വിളിക്കുക, അവർ മറ്റേ 1 രൂപ കോയിൻ ഇട്ടിട്ടായിരിക്കും വിളിക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ ഫോൺ എടുക്കും, ഇവരുടെ ശബ്ദം കേൾക്കും, അപ്പം തന്നെ കട്ട് ചെയ്യും. അങ്ങനെ പിന്നെ സ്കൂളിലൊക്കെ ഇത് വിളിച്ചിട്ട് മിസ്സൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ ചെന്നപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ എല്ലാവരും ഒന്ന് ഫേസ് ചെയ്യാൻ മടിയിട്ടായിരുന്നു. പിന്നെ പണ്ട് മുതലേ നല്ല തൊലിക്കെട്ടി ആയതുകൊണ്ട് അതെ പിടിച്ചു നിന്നു. പക്ഷെ ഇത്തരത്തിലുള്ള പൈലറ്റ് എപ്പിസോഡിലൊക്കെ മറ്റു ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചാനലുകാർ അപ്രൂവ് ചെയ്യാതെ ഇവര് വേണ്ട, കാരണം ഇപ്പൊ അങ്ങനെ പലതിലും കേൾക്കുന്നുണ്ട് ആ ഒരു ഇത്, അവര് വേണ്ട ഇവര് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാനലുകാർ വേറെ ആൾക്കാരെ അവിടെ കാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ വീണയ്ക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ചാനൽ വളരെ കുറച്ച് അങ്ങനെ കാസ്റ്റ് ചേഞ്ചസ് വരുന്നത്. കാരണം ഇവർ പറയുന്ന രീതിയിലായിരിക്കില്ല. ഇപ്പം ഇതെല്ലാം ഈ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെയുള്ള റീമേക്കാണ്. അപ്പം ഈ ക്യാരക്ടർ ഓൾറെഡി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അവർ. അപ്പം ഔട്ട് വരുമ്പം ആ ക്യാരക്ടർ ആ രീതിയിലായിരിക്കില്ല വരുന്നത്, അത്രത്തോളം ആ ക്യാരക്ടർ വന്നില്ല. ഇപ്പം ഓൾറെഡി ഇപ്പം ഞാൻ പറയാം, നമ്മൾ റീമേക്ക് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്ത അത്രയും നന്നായില്ലെങ്കിലും ഏകദേശമെങ്കിലും നന്നാവണ്ടേ. പലപ്പോഴും ആ ഒരു സംഭവം വരുമ്പോഴാണ് ഇവരത് ഇതിലേക്ക് പറയുന്നത്. മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഫോട്ടോ കാണുമ്പോൾ കറക്റ്റായിരിക്കും, പക്ഷെ പെർഫോമൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അല്ലാതെ ഈ ഇപ്പോൾ ഇരിക്കുന്ന ഈ പല ചാനലിലും ഇരിക്കുന്ന ഹെഡുകളൊന്നും മലയാളികൾ പോലും അല്ല, ആരും അറിയത്ത് പോലും ഇല്ല. ഇവർക്ക് വൈരാഗ്യം ഇല്ല, മുൻവൈരാഗ്യമില്ല, ഒന്നുമില്ല. അതിനൊരു കാരണം ഉണ്ടാവും, വ്യക്തമായ കാരണം ഇല്ലാതെ അവർ എൻ്റെ ഒരു അറിവിലാട്ടോ, എൻ്റെ വളരെ ചെറിയൊരു അറിവിൽ ഞാൻ പറയാം, മാറ്റില്ല. പക്ഷെ അങ്ങനെ മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആർട്ടിസ്റ്റുകളല്ലേ, മനുഷ്യരല്ലേ. ഇതുപോലെ തന്നെ എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ അങ്ങനെയുള്ളവരോടൊക്കെ പറയേണ്ടത് ഒരു വിഷമവും വേണ്ട. അന്ന് ഞാൻ സീരിയൽ ഇതായി പോയപ്പോൾ എന്നെ എല്ലാവരും പറഞ്ഞ് സന്തോഷിപ്പിച്ചെന്നറിയോ, ലാലേട്ടൻ ചെയ്ത ആദ്യത്തെ പടം റിലീസായില്ലല്ലോ ലാലേട്ടൻ്റെ, പിന്നെ എന്തിനാ നീ വിഷമിക്കണേ, ലാലേട്ടനായില്ല പിന്നെയാണോ ഈ പരിപ്പി കിടക്കുന്നത് നീ എന്ന് പറഞ്ഞിട്ട് എന്നെ സന്തോഷിപ്പിച്ച ആൾക്കാരാ. അപ്പൊ എനിക്ക് സമാധാനായി. അപ്പൊ പിന്നെ ലാലേട്ടന് വരും അങ്ങനെ, പിന്നെ ഈ സാധാരണക്കാരിയായി എനിക്ക് വന്നതിന് എന്താ കുഴപ്പം? ഓക്കെ, അങ്ങനെ അതിനെ ഒന്ന് ആശ്വസിപ്പിച്ചു സ്വയം അല്ലെ. ഈ സീരിയലും സിനിമയും ഇതെല്ലാം ഒരു ആക്ടിങ് ഇതും എല്ലാം വ്യത്യസ്തമായ നല്ല ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും സീരിയലിൽ നിന്ന് വരുന്ന ചില ആർട്ടിസ്റ്റുകളെ അവർ സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് എത്തുമ്പോൾ അവിടെ അവർക്കൊരു വിവേചനം, അവരുടെ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അവരോട് സ്ക്രിപ്റ്റ് പറയുന്ന രീതിയിലായിക്കോട്ടെ, അവരെ മൊത്തത്തിൽ ആ ഒരു ട്രീറ്റ് ചെയ്യുന്നത് സീരിയലിൽ നിന്ന് വന്ന ആർട്ടിസ്റ്റുകളാണെങ്കിൽ കുറച്ച് താരതമ്യേന അല്ലാതെ ഡയറക്റ്റ് സിനിമയിൽ തന്നെ വന്നിരിക്കുന്ന ആൾക്കാരിനെക്കാട്ടിലും കുറച്ചൊരു വാല്യൂ കുറച്ച് കൊടുക്കുന്നോ അല്ലെ റെസ്പെക്റ്റ് കുറച്ച് കൊടുക്കുന്നോ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ സീരിയലിൽ നിന്നാണ് പോയത്, എനിക്കങ്ങനെ വെള്ളിമുങ്ങ തോന്നിയതേ ഇല്ല. വെള്ളിമുങ്ങ എൻ്റെ ഫസ്റ്റ് പടം. വെള്ളിമുങ്ങ ഞാൻ ചെല്ലുമ്പം ഫസ്റ്റ് സീനെന്ന് പറയുന്നത് അതിനകത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബിജുമേനോൻ കയറി വരുന്ന ഇതാര് മാമച്ചനോ എന്ന് പറയുന്ന എൻ്റെ ഷോട്ടാണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ സീൻ എൻ്റെ കയ്യിൽ തരുമ്പോൾ എനിക്ക് സീൻ വായിച്ചു തരുന്നു, എനിക്ക് പറഞ്ഞു തരുന്നു. ഒരു പക്ഷേ ജിബു ചേട്ടൻ്റെ ഫസ്റ്റ് പടമാണത്.
ചേട്ടൻ പക്ഷേ വളരെ ഫേമസ് ആയിട്ടുള്ള ക്യാമറമാനാണ്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും ഒരാളും എന്നോട് ആദ്യമായി അഭിനയിക്കുന്ന പോലെ എന്നെ ട്രീറ്റ് ചെയ്തിട്ടില്ല ആ ലൊക്കേഷനിൽ. പിന്നെ വേറെ പല ലൊക്കേഷനിലും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു ലൊക്കേഷനിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു ആർട്ടിസ്റ്റിൻ്റെ ഡ്രസ്സ് മാറാൻ വേണ്ടി ഒരു ആർട്ടിസ്റ്റിൻ്റെ ക്യാരവൻ യൂസ് ചെയ്തതിന് ആർട്ടിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റ് വന്ന് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കി. എന്നോടല്ല പറഞ്ഞത്, എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു. എക്സിക്യൂട്ടീവ് പറഞ്ഞു മീന പിന്നെ ഓക്കെ കേട്ടോ, എനിക്ക് പക്ഷെ ഒന്ന് അടച്ചുറപ്പുള്ളൊരു മുറി വേണം, അല്ലാതെ എനിക്ക് മാറാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. നമ്മൾ സെറ്റ് ചെയ്ത് തരാം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ ഒരു സിനിമയിൽ ഞാൻ അങ്ങനെ ക്യാരവൻ ചോദിക്കണം, ഉണ്ടെങ്കിൽ ക്യാരവനിൽ മാറും, ഇല്ലെങ്കിൽ റൂം മതി, അല്ലെങ്കിൽ വാഷ്റൂം മതി. നമ്മൾ അങ്ങനെ പറയാനും മാത്രം, അങ്ങനെ നാളെ ഒരിക്കൽ ഞാൻ വലിയൊരു ആർട്ടിസ്റ്റ് ആയാൽ കൂടെ അത് ഒരിക്കലും ഞാൻ ചെയ്യില്ല. കാരണം നമ്മൾ ഇത്രയും വർഷം സീരിയൽ ചെയ്തുകൊണ്ടിരുന്നത് എപ്പോഴും കംഫർട്ടായിട്ടുള്ള ഒരു റൂം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്കൊരു വാഷ്റൂമും വേണം. ഇതാണ് മെയിനായിട്ട് ഒരു ലൊക്കേഷനിൽ വേണ്ടത്. ബാക്കിയൊക്കെ പിന്നെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ വാഷ്റൂമിന് പോലും പ്രശ്നം വരും, ഉൾക്കാടിലൊക്കെയാണ് ഷൂട്ടെങ്കിൽ. അപ്പം നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എങ്ങനെയെങ്കിലും, അതേ പറ്റുള്ളൂ, നിവൃത്തിയുള്ളൂ. കുന്നിൻ്റെ മേലെയാണ് ഷൂട്ട്, ഇങ്ങനെ താഴെയല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. മേലെ ടോയ്ലറ്റ് വേണം, ക്യാരവൻ വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ ഞാൻ അങ്ങനെ വിഷമിച്ചപ്പം ഞാൻ സ്വന്തമായിട്ട് ചിന്തിച്ചൊരു കാര്യമുണ്ട്, നാളെ ഇവരുടെ ലൊക്കേഷനിൽ തന്നെ ഞാൻ ക്യാരവനിൽ വരുന്നൊരു ദിവസം വരുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം ചിന്തിച്ചതാ. അന്ന് എനിക്ക് വിഷമം വന്നെങ്കിലും അങ്ങനെ തന്നെ സംഭവം ഉണ്ടായി. ഈ സെയിം പ്രൊഡക്ഷൻ കൺട്രോളർ, സെയിം ടീം ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൽ ഞാൻ ചെയ്തപ്പോൾ അവരായിരുന്നു. സ്വന്തം ക്യാരവൻ, ഞാൻ എന്റെ ക്യാരവനിൽ അല്ല അങ്ങനെയല്ല, ക്യാരവന് വേണ്ടിയിട്ടല്ല, അന്ന് ഞാൻ ക്യാരവനിൽ കയറിയതിന്റെ പേരിലാണ് ഇഷ്യൂ ഉണ്ടായത്. മനസ്സിലായി. മുന്നേ അല്ല, തുടങ്ങിയ സമയത്താട്ടോ, വെള്ളിമൂങ്ങിക്കൊക്കെ ശേഷമാണ്. അപ്പോൾ എനിക്കതിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിരുന്നു. പക്ഷേ ആ ബുദ്ധിമുട്ട് വളരെ അന്തസ്സോടെ ഞാൻ ഇന്നോവ എൻ്റെ വണ്ടിയിൽ ഞാൻ ഓടിച്ച് ഞാൻ അവിടെ വന്ന് നിൽക്കുമ്പം വീണ ഇതാട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഡോറ് തുറന്ന് തീർന്നു. അതെനിക്ക് ഭയങ്കര അവരായതുകൊണ്ടാണ്, ഈ സെയിം ആൾക്കാർ തന്നെ, ഈ കൺട്രോളറും ഈ എക്സിക്യൂട്ടീവും തന്നെയായിരുന്നു അന്ന് എന്നോട്. അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവരോട് ഇവരിങ്ങനെ പറയുന്നത് കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തത്. പക്ഷെ അതിനകത്ത് എനിക്ക് വേറെ ലൊക്കേഷനിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എന്നെ അത് വർക്കിന് ബാധിക്കത്തുമില്ല. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും തളരത്തൊന്നുമില്ല. കാരണം നമ്മൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ആവശ്യത്തിലധികം വിഷമമൊക്കെ സഹിച്ചു വന്നിട്ടുള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ വിഷമം വന്നിട്ടില്ല. ഈ ക്യാരവനൊക്കെ ഇപ്പോഴല്ലേ, ഇപ്പം നമ്മൾ സീരിയലിൽ അഭിനയിക്കുമ്പോൾ ക്യാരവനുണ്ടോ? ഇല്ലല്ലോ. ഈ 10-15 വർഷം സീരിയലിൽ അഭിനയിച്ചതല്ലേ. എപ്പോഴും വാഷ്റൂം പറഞ്ഞാൽ നല്ലത് കിട്ടിയാൽ ഓക്കെയാണ്, അത്രയേ ഉള്ളൂ. ക്യാരവൻ ഉണ്ടെങ്കിൽ അതിനകത്തിരിക്കുക സുഖമാണ്, എ സി ഒക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുക, സമയമാകുമ്പോൾ വന്ന് വിളിക്കുമ്പം പോവാം. അതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്, നിർബന്ധമൊന്നും ഇല്ല.